നമസ്കാരം. വിന്നോ വർത്തമാനത്തിലേക്ക് സ്വാഗതം. ചെലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ തിരുനാളുകളുടെ തിരുനാളായ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ജൂൺ 3-ാം തീയതി ഞായറാഴ്ച സഘോഷം കൊണ്ടാടി. ചെലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിലെ ക്രിസ്തു സാന്നിധ്യത്തെക്കുറിച്ച് നമ്മെ കൂടുതൽ ബോധവാന്മാരാക്കുന്ന തിരുനാളുകളുടെ തിരുനാളായ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ജൂൺ 3 ഞായറാഴ്ച സഘോഷം കൊണ്ടാടി. വാഴക്കുലകളാൽ പള്ളി അങ്കണത്തെ മോടി പിടിപ്പിച്ചുകൊണ്ട് ശനിയാഴ്ച ആരംഭിച്ച തിരുനാളിന് ഒരുക്കം ഇടവക ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസത്തിൻ തിരുനാളം ആളിക്കത്താൻ ഉത്തേജിപ്പിക്കുന്നതായിരുന്നു. ഫാദർ സിബിച്ചൻ ചെറുതിയിൽ തിരുനാൾ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭക്തിപൂർവമായി പങ്കുചേരുന്ന ഓരോ കുർബാനയ്ക്കും മരണത്തിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ ക്രിസ്തു ഒരു വിശുദ്ധനെ അയക്കുന്നു എന്ന വിശുദ്ധ ഗർട്രൂഡിന്റെ പരിശുദ്ധ കുർബാനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ദിവ്യബലി മധ്യേ ആശംസിച്ചു. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു കൊണ്ടുള്ള പ്രത്യേകമായുള്ള സജ്ജമാക്കിയ രാജകീയ വീതിയിലൂടെ നടത്തിയ പ്രദക്ഷിണത്തോടെ തിരുനാളിന് സമാപനം കുറിച്ചു. ജീവദാനം എന്ന മഹത്തായ സന്ദേശം പങ്കുവച്ചുകൊണ്ട് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച് KLCA ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്. രക്തദാനം മഹാദാനം എന്ന മഹത്തായ സന്ദേശം പങ്കുവച്ചുകൊണ്ട് ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ KLCA യൂണിറ്റ് എറണാകുളം ലൂർദ് ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. കൊച്ചി രൂപത KLCA പ്രസിഡന്റ് ശ്രീ പൈലി ആലുങ്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചെല്ലാനം KLCA പ്രസിഡന്റ് ശ്രീ ജോണി അഴിനാക്കൽ അധ്യക്ഷത വഹിച്ചു. ഒഴുകുന്ന ജീവന്റെ ദാനത്തിലൂടെ ഒരു മനുഷ്യന് നിർവഹിക്കാവുന്ന ഏറ്റവും മഹത്തരമായ കർമ്മത്തിൽ പങ്കാളികളാവുകയാണ് എന്ന സന്ദേശം ക്യാമ്പിലൂടെ പങ്കുവച്ചു. ജൂൺ 9 രാവിലെ 9 മണി മുതൽ സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കുചേർന്നു. കൊച്ചി രൂപത KLCA ജനറൽ സെക്രട്ടറി ശ്രീ ബാബു കാളിപ്പറമ്പിൽ, സിസ്റ്റർ ജോസ്ന, ഡോക്ടർ സൂസന്ന എന്നിവർ സംസാരിച്ചു. KLCA ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ സെക്രട്ടറി ശ്രീ TM ആന്റണി തോപ്പിപ്പറമ്പിൽ, KLCA അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പാതുവായിലെ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ദിനത്തിൽ ഓർമ്മ പുതുക്കി റോമിൽ പ്രദക്ഷിണം. ജൂൺ 13 റോമിലെ സെയിന്റ് ആന്റണീസ് ബസിലിക്കയിൽ നടന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ലിസ്ബണിലെ കർദിനാൾ അമേരിക്കോ മാനുവൽ ആൽവസ് കാർമ്മികനായി. പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ ബഹുമാനാർത്ഥം തിരുനാൾ ദിനത്തിൽ റോമിൽ നടത്തിയ പ്രദക്ഷിണം ശ്രദ്ധേയമാവുന്നു. ജൂൺ 13 റോമിലെ സെയിന്റ് ആന്റണീസ് ബസിലിക്കയിൽ നടന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ലിസ്ബണിലെ കർദിനാൾ അമേരിക്കോ മാനുവൽ ആൽവസ് കാർമ്മികനായി. വിശുദ്ധ അന്തോണീസിന്റെ രൂപവും തിരുശേഷിപ്പും വഹിച്ചുകൊണ്ടുള്ള പരമ്പരാഗത തിരുനാൾ എറ്റേണൽ സിറ്റിയുടെ വിവിധ തെരുവുകളിലൂടെ സഞ്ചരിച്ചു. നിരവധി ആളുകളാണ് തിരുനാൾ ദിനത്തിൽ ബസിലിക്കയിൽ പ്രാർത്ഥനയുമായി എത്തിച്ചേർന്നത്. അമേരിക്കയിലെ കൂറ്റൻ തിരുഹൃദയ പതാക ഉയർത്തപ്പെട്ടതിന്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. കെൻറിക്കയിലെ വാൾട്ടണിലുള്ള ബവേറിയൻ ട്രക്കിംഗ് കമ്പനിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരുഹൃദയ പതാക ഉയർത്തി മാധ്യമ ശ്രദ്ധ നേടിയത്. അമേരിക്കൻ പതാകയോട് ചേർന്ന് കൂറ്റൻ തിരുഹൃദയ പതാക ഉയർത്തപ്പെട്ടതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുകയാണ്. കെൻറിക്കയിലെ വാൾട്ടണിലുള്ള ബവേറിയൻ ട്രക്കിംഗ് കമ്പനിയാണ് തിരുഹൃദയ വണക്കമാസത്തോടനുബന്ധിച്ച് തിരുഹൃദയ പതാക ഉയർത്തി വിശ്വാസ പാരമ്പര്യങ്ങളിലേക്ക് അമേരിക്കയെ നയിക്കാനുള്ള ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. 30 അടി ഉയരവും 50 അടി വീതിയുമുള്ള പതാകയാണ് വറ്റാത്ത സ്നേഹത്തിന്റെയും അതിരില്ലാത്ത കരുണയുടെയും സ്രോതസ്സായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതിന്റെ പ്രതീകമായി പ്രൗഢഗംഭീരമായി അന്താരാഷ്ട്രത്തിൽ വ്യവഹരിക്കുന്നത്. വിന്നോ വർത്തമാനം സമാപിച്ചു. നന്ദി, നമസ്കാരം.